അങ്ങനെ ഒട്ടനവധി തമാശകൾ ബാക്കിയാക്കി പ്രിയതാരം സലീം കുമാർ മടങ്ങുകയാണ്. ഭൗതികശരീരം ചിറ്റാറ്റുകരയിലെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. 3-ഓടെ വീട്ടുവളപ്പിലാണ് ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാരം. അദ്ദേഹത്തിന്റെ വീടുകളിലും ടൗൺ ഹാളിൽ കണ്ടതിന് സമാനമായ രീതിയിൽ വലിയ ജനക്കൂട്ടം എത്തിയിട്ടുണ്ട്. ഓരോ മൂടലിലും മുരളിലും പോലും തമാശ ഒളിപ്പിക്കാനാകുമോ, തമാശ പറയാനാകുമോ എന്ന് ചോദിക്കുന്നവർക്ക് സലീം കുമാറിന്റെ ആ പേരും ആ ചില കഥാപാത്രങ്ങൾ വെച്ചു കൊടുത്താൽ അതിന് മറുപടിയാകും. അത്രത്തോളം ഓരോ അനക്കത്തിലും ഓരോ ഭാവത്തിലും ഓരോ വാക്കുകളിലും ഓരോ മൂളിലും മലയാളികളെ ചിരിപ്പിച്ച പ്രിയപ്പെട്ട താരം വിടവാങ്ങുകയാണ്. ഇപ്പോൾ ലിഡിയ ജേക്കബ് അവിടെ നിന്ന് ചെയ്യുന്നു. ലിഡിയ, ടൗൺ ഹാൾ നമ്മൾ കണ്ടതാണ്. അണമുറിയാതെ എത്തിയൊരു വലിയ ജനസഞ്ചയം. സമാനമാണ് അവിടുത്തെ സ്ഥിതി? സുഹൈൽ, തീർച്ചയായും ടൗൺ ഹാളിലേക്ക് അതേ സമാനമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോഴും ഈ ലാഫിംഗ് വില്ലയിലും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ലാഫിംഗ് വില്ല അക്ഷരാർത്ഥത്തിൽ ഒരു സങ്കടക്കടലായി മാറുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീട്ടുമുറ്റത്തേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട ഒരിടമായിരുന്നു തന്നെ ഏറെ ആഗ്രഹിച്ച് പണി കഴിപ്പിച്ച അദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്നത്. തന്റെ കുടുംബത്തോടും തന്റെ മക്കളോടും തന്റെ ഭാര്യയോടും ഒപ്പം വളരെ സന്തോഷപൂർവ്വം അത്രയധികം ആനന്ദത്തോടെ അദ്ദേഹം കഴിഞ്ഞിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ ഒരു സ്ഥലത്തേക്കാണ് ചേതനയേറ്റ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിക്കുന്നത് എന്നുള്ളത് അത്രയധികം ദുഃഖകരമായിട്ടുള്ള കാഴ്ചയാണ്. അദ്ദേഹത്തെ കാണാനായി, ഒരു നോക്ക് കാണാനായി, അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി ആളുകൾ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു ജനസഞ്ചയം തന്നെയാണ് ഈ വീടിന് ചുറ്റും ഉള്ളത്. അദ്ദേഹത്തിന് അവസാനമായി കാണാൻ നിരവധി ആളുകൾ, അത് ഈ ഒരു നാട്ടിൽ നിന്ന് മാത്രമല്ല മറ്റ് നാടുകളിൽ നിന്ന്, മറ്റ് ജില്ലകളിൽ നിന്നടക്കം നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഏകദേശം 7 മണിയോടെ വീട്ടിലേക്ക് ആളുകൾ എത്തി തുടങ്ങി. അതോടൊപ്പം തന്നെ പറവൂരിലെ ടൗൺ ഹാളിലും നിരവധി ആളുകൾ എത്തി തുടങ്ങി. അങ്ങനെ ടൗൺ ഹാളിൽ കണ്ട അതേ ജനസഞ്ചയം നമുക്ക് ആ വീട്ടിലും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും തന്നെ വലിയ ദുഃഖക്കടലിൽ കൂടിയാണ്. പ്രത്യേകിച്ച് ഇത്ര നാളും വളരെ സൗമ്യനായി, വളരെ സന്തോഷപൂർവ്വം നർമ്മത്തോടെ ആളുകളോട് സംസാരിച്ചിരിക്കുന്ന അവരുടെ സലീം കുമാർ, അവരുടെ സ്വന്തം സലീമേട്ടൻ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ചേതനയറ്റ് കണ്ണീരോടെ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയുന്നത് ഈ നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആളുകളുടെ, കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആളുകളുടെ വരെ മുഖത്ത് നമുക്ക് ആ ഒരു സങ്കടക്കടൽ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അല്പസമയം മുൻപ് നമ്മൾ ആളുകളോട് സംസാരിച്ചപ്പോൾ ഈ പരിസരത്തുള്ള, ഈ പ്രദേശത്തുള്ള ആളുകൾ ഒരുപാട് പേർ അദ്ദേഹത്തെക്കുറിച്ച് നല്ല നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുകയുണ്ടായി. അത്രയധികം മനോഹരമായിട്ടുള്ള ഓർമ്മകളും സന്തോഷകരമായിട്ടുള്ള ഓർമ്മകളുമാണ് സലീം കുമാറും ഒന്നിച്ച് അവർക്ക് പങ്കുവയ്ക്കാനുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു ഭവനം എന്ന് പറയുന്നത് വലിയ ഓർമ്മകൾ ഉള്ള ഒരു വീട് കൂടിയാണ്. സലീം കുമാർ അത്രയധികം ആഗ്രഹിച്ച് ഏകദേശം 5 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഒരു വീടാണ്. അത്രയും അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകാലത്ത് അദ്ദേഹം ഒരു വലിയ രീതിയിൽ ഈ ഒരു ഭവനം നിർമ്മിക്കണം, അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു ഭവനം തനിക്ക് വേണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അദ്ദേഹം വളരെ പണിപ്പെട്ട് തീർത്ത ഒരു ഭവനമാണ്. ഈ ഒരു വീടിൻ്റെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിൻ്റെ ഒരു കലാപരമായിട്ടുള്ള കഴിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലടക്കം അദ്ദേഹം ഓരോ മുക്കും മൂലയും അദ്ദേഹം പരിശോധിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ പണി കഴിപ്പിച്ച ഒരു വീടാണ്. ആ ഒരു വീട്ടിലാണ് അദ്ദേഹം പലതവണ പറഞ്ഞിരുന്നു, എനിക്ക് വാർദ്ധക്യമാകുമ്പോൾ വിശ്രമിക്കാനുള്ള ഒരു മനസമാധാനത്തോടെ വിശ്രമിക്കാനുള്ള ഒരു ഇടം വേണം, ആ ഒരു ഇടമാണ് ഞാനിവിടെ പണിയുന്നത്. അങ്ങനെ അദ്ദേഹം പണി കഴിപ്പിച്ച അദ്ദേഹത്തിൻ്റെ രീതിയിൽ, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ പണി കഴിപ്പിച്ച ഒരു വീട്ടിലേക്കാണ് അദ്ദേഹം ഏറ്റവും അവസാനമായി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാഴ്ച. സാമൂഹ്യ രാഷ്ട്രീയ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിലേക്കും എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ ഒരു സംസ്കാര ചടങ്ങിലടക്കം പങ്കെടുക്കാനായി എത്തും എന്നുള്ളതാണ്. നിലവിൽ വീട്ടുമുറ്റത്ത് സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വെച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി പേരുണ്ട്, വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീടിനുള്ളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും, അതിനുശേഷമാകും അദ്ദേഹത്തിന് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ചിതയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എടുക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 3 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇത്രയധികം ആളുകളുടെ ഒരു ആധിക്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു സംസ്കാര ചടങ്ങുകൾ വൈകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ, പൂർണ്ണ ബഹുമതികളോടെയാണ് അദ്ദേഹത്തെ നമ്മൾ യാത്രയാക്കുക, കേരളം ഒന്നടങ്കം അദ്ദേഹത്തെ യാത്രയാക്കുക ഒരു ഔദ്യോഗിക ബഹുമതികളോടെയാണ് എന്നുള്ളതാണ്. അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളുമൊക്കെ പൂർത്തിയായിട്ടുണ്ട്, എല്ലാവരും തന്നെ സജ്ജമായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ കടലിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ
ഈ പ്രദേശത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് പറവൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് വരെ അദ്ദേഹം വളരെ സജീവമായി പൊതുരംഗത്തുണ്ടായിരുന്ന ആൾ കൂടിയാണ്, പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ട ആൾ കൂടിയാണ്. ആ ഒരു തരത്തിൽ ഏറ്റവും അടുത്ത്, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ സംസാരിച്ച ആൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ അടുത്തിടപഴകിയ ആൾ നഷ്ടപ്പെടുമ്പോൾ, ആ ഒരു ആൾ ഇത്രയധികം ചേതനയേറ്റ് ഇങ്ങനെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത്, ഏറ്റവും പ്രിയപ്പെട്ട ഇടത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ആളുകൾക്കത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നുള്ളതാണ്. കുടുംബത്തെ സംബന്ധിച്ചും അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. പ്രത്യേകിച്ച് ഈ കുടുംബവുമായി, പ്രത്യേകിച്ച് മക്കളുമായൊക്കെ വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധം കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തി കൂടിയാണ് സലീം കുമാർ. ഇതൊരു അച്ഛൻ മകൻ അല്ലെങ്കിൽ അച്ഛൻ മക്കൾ ബന്ധത്തിനപ്പുറം ഒരു സൗഹൃദമായിരുന്നു ഈ മക്കളുമായി അദ്ദേഹം കാത്തുസൂക്ഷിച്ചത് എന്നുള്ളതാണ്. ആ ഒരു വിഷമം തന്നെയാണ് ഇന്നലെ മുതൽ ഈ മക്കളുടെ മുഖത്തും നമ്മൾ കണ്ടത്, കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത്, അടുത്ത ബന്ധുക്കളുടെ ഒക്കെ മുഖത്ത് നമ്മൾ കണ്ടതും അതുതന്നെയാണ്. കണ്ണീരോടെ അല്ലാതെ ഈ ഒരു അതുല്യ കലാകാരനെ വിട നൽകാനാവില്ല എന്ന് കേരളം പറയുമ്പോഴും ഈ പറവൂരുകാർക്ക് പ്രത്യേകിച്ച് ഈ ഒരു വിയോഗം എന്ന് പറയുന്നത് വളരെ പേഴ്സണലാണ് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന ആൾ, ഏറ്റവും തങ്ങളുടെ സ്വന്തം സലീമേട്ടൻ എന്ന് വിളിച്ച് തങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാവുന്ന ഒരിടം. ലാഫിംഗ് വില്ല എന്ന് പറയുമ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തങ്ങൾക്ക് എത്രയും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കയറി ചെല്ലാവുന്ന ഒരിടം, എന്ത് സഹായം ചോദിച്ചും കയറി ചെല്ലാവുന്ന ഇടം. കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ ഒരുപാട് പേരെ ഈ വീടിനുള്ളിൽ താമസിപ്പിക്കുകയും അത്തരത്തിൽ വലിയ സഹായങ്ങൾ അദ്ദേഹം ഈ നാടിന് വേണ്ടി ചെയ്യുകയും ചെയ്തിരുന്നു. അതൊക്കെ ഓർമ്മയുള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത്, ആ ഒരു വൈകാരിക ബന്ധത്തിൻ്റെ പുറത്തു കൂടിയാണ് ഇത്രയും ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ ഒരു വൈകിയ സമയത്തും, പ്രത്യേകിച്ച് പൊതുദർശനത്തിന്റെ സമയം അവസാനിച്ചിട്ടും വീട്ടിലേക്കും ഇത്രയധികം ആളുകൾ, കൈക്കുഞ്ഞുങ്ങളുമായി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. വളരെ പ്രായമായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി വൈകിയും കൊച്ചി അമൃത ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിലും നിരവധി ആളുകളെ നമ്മൾ കണ്ടു. അതിനുശേഷമാണ് വീണ്ടും വീട്ടിലേക്ക്, പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് ഒക്കെ നിരവധി ആളുകൾ എത്തുന്നത് എന്നുള്ളതാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്രയധികം വലിയ നഷ്ടം തന്നെയാണ് ഒരു കലാകാരൻ എന്നതിനപ്പുറത്തേക്ക് ഒരു നല്ല മനുഷ്യനെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മലയാളിയുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. തൻ്റെ നിലപാട് കൃത്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള ആൾ, കൃത്യമായ രാഷ്ട്രീയ നിലപാട്, അത് കേവലം ആരെയെങ്കിലും പ്രീതിപ്പെടുത്താൻ തൻ്റെ നിലപാട് പറയാതിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകാതെ അല്ലെങ്കിൽ നിലപാടുകളും തന്റെ രാഷ്ട്രീയവും ഒക്കെ ഉറക്കെ പ്രഖ്യാപിക്കുക. അച്ഛൻ കോൺഗ്രസുകാരനായിരുന്നു, അതുകൊണ്ട് തന്നെ താനും അടിയുറച്ച് വിശ്വസിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണ് എന്ന് പലതവണ അദ്ദേഹം പറയുകയും പൊതുവേദികളിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികളിൽ, കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി വളരെ വലിയൊരു ആത്മബന്ധം പുലർത്തി. പ്രത്യേകിച്ച് എല്ലാ വർഷവും എല്ലാ തിരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്, വി ഡി സതീശന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് സലീം കുമാർ ആയിരുന്നു. അതൊരു അവകാശം പോലെ സലീം കുമാർ കണ്ടിരുന്നു. അത് മറ്റാർക്കും ആ ഒരു അവകാശം മുഖ്യമന്ത്രി വി ഡി സതീശനും അത് നൽകിയിരുന്നില്ല. അത്തരത്തിൽ പാർട്ടിയോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ, അദ്ദേഹം പറയേണ്ട നിലപാടുകൾ, ഇതൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ പറയുകയും ചെയ്യുകയും ചെയ്ത ഒരു കലാകാരൻ മടങ്ങുന്നു എന്നുള്ളതാണ്. കലാകാരൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കേവലം ഒരു കല പ്രദർശിപ്പിക്കുക മാത്രമല്ലല്ലോ, പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ രംഗങ്ങളിലൊക്കെ പ്രതികരിക്കുക, നിലപാടുകൾ പറയുക, മറ്റ് വിഷയങ്ങളിൽ ഇടപെടുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് ഈ സലീം കുമാർ എന്ന ഒരു നടൻ്റെ, അതുല്യ കലാകാരൻ്റെ പ്രസക്തി ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കലാകാരൻ എന്ന നിലയിൽ ഒതുങ്ങി നിൽക്കാതെ മറ്റ് ഇടങ്ങളിൽ, മറ്റ് മേഖലകളിൽ കൂടി, സാമൂഹ്യ മേഖലകളിൽ, സാംസ്കാരിക മേഖലകളിലൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക, കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക, നിലപാടുകൾ പറയുക, അതിൽ പ്രതികരിക്കുക എന്നുള്ളത് കൂടിയാണ്. അത് നേരിട്ട് പറയുന്നതിനപ്പുറം എഴുത്തുകളിലൂടെ അത് വ്യക്തമാക്കുക എന്നതുകൂടി സലീം കുമാറിൻ്റെ ഏറ്റവും മികച്ച മുഖമുദ്രയായി തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഒരു വലിയ മനുഷ്യൻ വിടവാകുന്നു, ഒരു നല്ല മനുഷ്യൻ വിടവാകുന്നു, ഭൂമിക്കൊരു നല്ല മനുഷ്യനെ നഷ്ടമാകുന്നു എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ജനസഞ്ചയം മുഴുവൻ കാത്തിരിക്കുന്നത് ആ ഒരു നല്ല മനുഷ്യന് ആദരാഞ്ജലികൾ അർപ്പിക്കാനാണ്, അർപ്പിക്കാനാണ് എന്നുള്ളതാണ്. സലീം കുമാർ എവിടെയും പോകുന്നില്ല, ഭൗതികദേഹം മാത്രം മടങ്ങുന്നു. ബാക്കി വെച്ച കഥകളും കഥാപാത്രങ്ങളും നർമ്മവും ബാക്കിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാവരിലും ഒരു സലീം കുമാറുണ്ട്. എന്നിലെ സലീം കുമാറും നിങ്ങളുടെ സലീം കുമാറും ജീവിത പ്രതിസന്ധികൾക്കിടയിലും നിങ്ങൾ കണ്ടെത്തുന്ന നർമ്മമാണ്. ആ നർമ്മമാണ് സലീം കുമാറിനെ നമ്മളുമായി ഏറെ ബന്ധപ്പെടുത്തുന്നത്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ
ഏത് ദുഷ്കരമായ സാഹചര്യത്തിലാണ് തൻ്റെ അപകർഷതാബോധമാണെങ്കിലും തനിക്ക് പറ്റുന്ന അമളികളാണെങ്കിലും പാളിച്ചകളാണെങ്കിലും പിഴവുകളാണെങ്കിലും അതെല്ലാം തമാശയിലൂടെ വിവരിക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അണമുറിയാതെത്തുന്ന ഈ ജനസഞ്ചയം നമ്മളിലുള്ള സലീം കുമാറിനെ കൂടി നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ള വേദന കൂടിയാണ് ആ ജനങ്ങളിലെല്ലാം പ്രകടമാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.